എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ നിയമസഭാ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നിട്ട് ഇന്നേക്ക് ഏകദേശം 6 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളുടെ ഹോട്ട് സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന്. രമേശ് ചെന്നിത്തലയോ വി.ഡി. സതീശനോ KC വേണുഗോപാലോ എന്നുള്ളൊരു ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരായിരിക്കും മന്ത്രിമാർ? ആ മന്ത്രിസഭ രൂപീകരണത്തിൻ്റെ ചർച്ചയാണ് സോഷ്യൽ മീഡിയയിലും മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാതെ പോയ ഒരു പേരുണ്ട്, പിണറായി വിജയൻ. അതായത് കഴിഞ്ഞ 10 വർഷം കേരളം അടക്കി വാണ ഗജരാജനായി വാണ പിണറായി വിജയന് എന്ത് സംഭവിച്ചു? നമുക്കറിയാം, ഈ ഇലക്ഷനിൽ പിണറായി വിജയൻ കാരണമാണ് CPM ഇത്ര പരാജയം നേരിട്ട് എന്നുള്ള ഒരു ആക്ഷേപമുണ്ട്. അത് ചിലപ്പോൾ സത്യമാകാം, സത്യമല്ലാതിരിക്കാം. എന്ത് തന്നെയാലും ഇപ്പോൾ UDF ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 102 സീറ്റ് എന്ന് പറഞ്ഞ് ഈ UDFകാരുടെ മേന്മ കൊണ്ടല്ല എന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയോട് ഉള്ള ഒരു വൈരാഗ്യം, ആ ഒരു ദേഷ്യം, വെറുപ്പാണ് ജനങ്ങൾ തീർത്തു കൊടുത്തത്. അതുകൊണ്ടാണ് BJP ഒരു 3 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയത്. അല്ലെങ്കിൽ നേരെ മറിച്ച് ആ പിണറായി വിജയനുള്ള ആ വൈരാഗ്യം ഇത്രത്തോളം ഇല്ലെങ്കിൽ ചിലപ്പോൾ BJPക്ക് ഒരു 10-12 സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് പയ്യന്നൂരും തൃക്കരിപ്പൂരും പിന്നെ ആലപ്പുഴ അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളൊക്കെ തോറ്റു തുന്നമ്പാടി. പയ്യന്നൂരൊന്നും ഒരു കാലത്തും ഇത് ആര് വന്ന് മത്സരിച്ച മോദി വന്ന് ജയിച്ചാൽ പോലും ജയിക്കാൻ പറ്റാത്ത സ്ഥലമാണ് പയ്യന്നൂർ. ആ പയ്യന്നൂരടക്കം CPM തോക്കാൻ കാരണം പിണറായി വിജയനോടുള്ള ആ എതിർപ്പാണ്. അതായത് പാർട്ടി അണികൾക്ക് പോലും അതിശക്തമായ വെറുപ്പും ഇതും ഉണ്ടായിരുന്നു പിണറായിക്കെതിരെ. അതാണ് ഈ ഇലക്ഷനിൽ പ്രതിഫലിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എന്തായിരിക്കാം ഈ മാധ്യമങ്ങളൊന്നും പിണറായി വിജയനെ കുറിച്ച് ഒരു അക്ഷരം ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ പിണറായി വിജയൻ തന്നെ കഴിഞ്ഞ ദിവസം പാർട്ടി മീറ്റിംഗിൽ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഒഫീഷ്യലി പറഞ്ഞു, അതായത് പരാജയം സംഭവിച്ചതിൽ നമുക്ക് എല്ലാവർക്കും കൂട്ടായ ഒരു ഇതുണ്ട്, പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു എന്നുള്ള ഒരു തുറന്ന് പറച്ചിൽ പിണറായി നടത്തി. അത് നല്ല കാര്യം കേട്ടോ. നേരെ മറിച്ച് ബംഗാളിലേക്ക് പോവുകയാണെങ്കിൽ ഈ മമതാ ബാനർജി എന്ന് പറയുന്ന മമതാ ബാനർജി അത് വൻ പരാജയം ഏറ്റുവാങ്ങിയിട്ട് പോലും ഞാൻ തോറ്റിട്ടില്ല, എന്നെ തോൽപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ചന്ദ്രഹാസം മുഴക്കുകയാണ്. അപ്പോൾ ആ മര്യാദ, ആ തള്ള കാണിക്കാത്ത, എന്താ പറയുക, തള്ളക്കില്ലാത്ത മര്യാദ പിണറായി വിജയൻ കാണിച്ചു. ഇതൊക്കെ ഈ മമതാ ബാനർജി കാണിച്ച ചെയ്തികൾ കാണുമ്പോഴാണ് പിണറായി വിജയനൊക്കെ പൂജിക്കാൻ തോന്നുന്നത്. ആ മര്യാദ കാണിച്ചു. അതായത് രായ്ക്ക് രാമാനം സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മുൻ മുഖ്യമന്ത്രി എന്ന രീതിയിൽ അപ്ഡേറ്റ് ചെയ്തു. പിന്നെ എന്താ പറയേണ്ടത്, ക്ലിഫ് ഹൗസ് ഒഴിഞ്ഞു കൊടുത്തു, പരാജയത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അങ്ങനെ നിൽക്കുകയാണ് പിണറായി വിജയൻ. അപ്പോൾ ഈ പിണറായി വിജയൻ, ഞാൻ പറഞ്ഞ മാതിരി കഴിഞ്ഞ 10 വർഷം രാജാതിരാജനായിട്ട്, ത്രിലോകനാഥനായിട്ട്, കാരണഭൂതമായിട്ട് വേണം ഇദ്ദേഹത്തിന് വെറുതെ ഇരിക്കാൻ പറ്റുമോ? നാളെ ഒരു ആളും അകമ്പടിയും ഒന്നുമില്ലാതെ ഇദ്ദേഹത്തിന് റോഡിലിറങ്ങി നടക്കാൻ പറ്റുമോ? പറ്റില്ല. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അത്ര ഹൈ പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സ്വഭാവം വെച്ചിട്ട് അങ്ങനെ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അതായത് 41 വാഹനങ്ങളുടെ അകമ്പടിയോട് കൂടിയാണ് ഇദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ക്ലിഫേഴ്സ് ഒഴിയുന്നു, ആളും ആവരവങ്ങളും ഒന്നും ഇല്ലാതെ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി മൂലക്കരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മാലോകരെ? ഒരിക്കലുമില്ല. ഇപ്പം CPM ഏകദേശം 36, 39, 40 സീറ്റിനടുത്ത് മാത്രമേ ഉള്ളൂ. പക്ഷേ വലിയ രീതിയിലുള്ള കളികൾക്ക് പിണറായി വിജയൻ നേതൃത്വം നൽകിയാണ്. അതായത് വെറുതെ വിരിക്കാൻ തയ്യാറല്ല എന്ന രീതിയിൽ തന്നെയാണ്. അതായത് തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തു അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അത് ഇടറിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അതായത് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. അല്ല ഇപ്പോഴും ഗൗരവം വിടാതെ മസിലി പിടിച്ച് പറയാൻ പറ്റില്ലല്ലോ, പറ്റില്ല. അപ്പോൾ കണ്ടമിടറിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഈ തോൽവിയുടെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും ഒരു പുതിയ റിപ്പോർട്ട് പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പിണറായി വിജയൻ വെറുതെ ഇരിക്കാൻ തയ്യാറല്ല എന്ന തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഡൽഹിയിലെ ചില മാധ്യമ പ്രവർത്തകർക്ക് ഇപ്പോൾ പുറത്തു വിടുന്ന ചില കാര്യങ്ങളുണ്ട്. അവർ ചെറിയ സോഷ്യൽ മീഡിയ പോസ്റ്റും കമൻറ്റും അത്രയും കാര്യങ്ങളായി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിണറായി വിജയൻ സാക്ഷാൽ അമിത്ഷായെ കാണാൻ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തു എന്ന തരത്തിൽ. എന്തിനായിരിക്കാം പിണറായി വിജയൻ അമിത്ഷായെ കാണാൻ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തത്? അപ്പോൾ അപ്പോയിൻമെൻറ്റ് എടുത്തത് സാക്ഷാൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ മുഖേനയാണ് എന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട്. അപ്പോൾ എന്തിനായിരിക്കാം അത്? രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് കേന്ദ്ര മന്ത്രിസഭയിലെ നരേന്ദ്രമോദിയിലും അമിത്ഷായിലും ആരും ഡയറക്റ്റായിട്ട് ഫോൺ ചെയ്താൽ എടുക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് ഈ രാജീവ് ചന്ദ്രശേഖർ. അത്ര വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. മാത്രമല്ല പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇപ്പോഴും സംശയം തീർക്കാൻ വേണ്ടി വിളിക്കുന്നത് ഈ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇപ്പോൾ പല സമയത്തും ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ, ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് തന്നെ രാജീവ് ചന്ദ്രശേഖർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതായത് പിണറായി വിജയൻ സാർ ഒരു കാര്യം ചെയ്യും, കുറേ കാര്യങ്ങൾ പ്രപ്പോസൽ കൊണ്ടുപോകാം, ഞാൻ നേരിട്ട് മോദിയെ ഇട്ട് കോൺടാക്ട് ചെയ്ത് തരാം. അതായത് എന്താണ് നിങ്ങളുടെ പ്രശ്നം, പൈസയുടെ പ്രശ്നമുണ്ടോ, നേരിട്ട് മോദിയെ വിളിച്ച് കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത് തരാം, നിങ്ങൾ അങ്ങനത്തെ പ്രപ്പോസൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇലക്ഷനൊക്കെ തീർന്നു. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ട. അപ്പോൾ എന്ത് തന്നെയായാലും പിണറായി വിജയൻ എന്തിനായിരിക്കാം അമിത്ഷായെ കാണാൻ വേണ്ടിയിട്ട് രാജീവ് ചന്ദ്രശേഖറിൻ്റെ മുഖേന ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തത്? അത് ചിലപ്പോൾ അമിത്ഷായിട്ട് നേരിട്ടായിരിക്കില്ല, അടുത്ത് തന്നെ പിണറായി വിജയൻ ചിലപ്പോൾ ഡൽഹിയിലോട്ട് പോകും, അമിത്ഷാ നേരിട്ട് കാണും, അല്ലെങ്കിൽ അമിത്ഷാൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരെ, അമിത്ഷാൻ്റെ ദൂതന്മാരെ കാണും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇപ്പോൾ ചില സംശയങ്ങളൊക്കെ ഉയർന്ന എന്തിനു ചൊല്ലിയാണെന്നറിയോ? അതായത് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു, അത് BJP ബംഗാളിൽ അധികാരത്തിൽ വന്നു. അത് വലിയ രീതിയിലുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മുഖ്യമന്ത്രി ആകാൻ പോവുകയാണ് സുവേന്ദു അധികാരി. ആ സുവേന്ദു അധികാരി അധികാരം ഏറ്റെടുത്ത അന്ന് തന്നെ
ഒരു വലിയ കാര്യം ഒരു ചെയ്തു എന്നുവെച്ചാൽ അതായത് ഗണശക്തി എന്ന് പറയുന്ന CPM-ൻ്റെ മുഖപത്രമായ പാർട്ടി പത്രമായ പാർട്ടിക്ക് അല്ല ആ പത്രത്തിന് കഴിഞ്ഞ 15 വർഷമായിട്ട് മമതാ ബാനർജി സർക്കാരിൽ ഒരു പരസ്യം പോലും കൊടുത്തിരുന്നില്ല. അപ്പോൾ ഇവർ തന്നെ CPM തന്നെ പലതവണ സുപ്രീം കോടതി വരെ കയറിയിറങ്ങിയിട്ട് പോലും ഈ മമതാ ബാനർജിയുടെ പിടിവാശിക്ക് മുന്നിൽ ഈ CPM എന്ന് പറയുന്ന പാർട്ടി തോറ്റുപോയി. പക്ഷേ 15 വർഷം ഒന്നും കിട്ടിയില്ല, ഒരു പരസ്യം പോലും ആ പത്രത്തിന് കിട്ടിയില്ല. ആ പത്രം ഇന്ന് പൂട്ടാൻ പോകുന്ന അവസ്ഥയിലായിരുന്നു. അതായത് ഒന്നും ഫണ്ട് ആരും വരെ പരസ്യം പോലും കിട്ടുന്നില്ല. പക്ഷേ സുവേന്ദു അധികാരി എന്ന് പറയുന്ന ശക്തനായ ഭരണാധികാരി ബംഗാളിൻ്റെ താക്കോൽ സ്ഥാനത്തേക്ക് അത് ബംഗാളിൻ്റെ അധികാരിയായിട്ട് തന്നെ വന്നപ്പോഴുണ്ടല്ലോ ആദ്യം ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പത്രത്തിന് ഇതുവരെ മമതാ സർക്കാർ കൊടുക്കാതിരുന്ന സർക്കാരിൻ്റെ പരസ്യം കൊടുത്തു. ഏകദേശം ഇനി വരാൻ പോകുന്ന ഏകദേശം ഒരു വർഷത്തെ ഏകദേശം 15 കോടി രൂപയാണ്. ഒരു വർഷത്തേക്കാണോ അടുത്ത 5 വർഷത്തേക്കാണോ എന്നല്ല, 15 കോടി രൂപയാണ് ഗണശക്തി എന്ന് പറയുന്ന CPM-ൻ്റെ മുഖപത്രമായ പാർട്ടിക്ക് BJP സർക്കാർ സുവേന്ദു അധികാരി അനുവദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഡേ തന്നെ, അതായത് സുവേന്ദു അധികാരി അധികാരം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ദിവസം തന്നെ ഈ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് ഫുള്ളും ബാക്ക് പേജ് ഫുള്ളുമായിട്ട് നരേന്ദ്രമോദിയുടെയും സുവേന്ദു അധികാരിയുടെയും യോഗി ആദിത്യനാഥിൻ്റെയൊക്കെ പടം വെച്ചിട്ട് വലിയ രീതിയിലുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് വന്നിരുന്നു. അപ്പോൾ തന്നെ വലിയ രീതിയിൽ എന്താ പറയണ്ടത്, അവിടുത്തെ ആൾക്കാർ അവരും എന്താ പറഞ്ഞത് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് അവിടുത്തെ പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സർക്കാരിൻ്റെ പൈസ എന്ന് വെച്ചാൽ BJP-യുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് തരുന്ന കാശല്ല, അത് ജനങ്ങളുടെ പൈസയാണ്, അത് എല്ലാവർക്കും കൊടുക്കേണ്ട കടമ സർക്കാരിന് ഉള്ളതാണ്. അത് ശരിയാണ്, വളരെ വളരെ ശരിയാണ്. CPM പറഞ്ഞ ഇതാണ്. അപ്പോൾ അവർ പാർട്ടി നേതാക്കന്മാർ പറഞ്ഞത് ഞങ്ങൾ പരസ്യം സ്വീകരിച്ചു എന്നുള്ള കാര്യത്തിൽ അതിന് നമ്മൾ തെറ്റി കാണുന്നില്ല. നേരെ മറിച്ച് BJP-യുടെ എല്ലാ രാഷ്ട്രീയ ഇതിനോടും അവർ കാണിക്കുന്ന എല്ലാ ഇതിനോടും നമ്മൾ അനുകൂലിക്കില്ല, തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കും, അവരുടെ രാഷ്ട്രീയത്തിനെതിരെ നമ്മൾ ഇപ്പോഴും പ്രതികരിക്കും എന്ന് തന്നെയാണ് അവിടുത്തെ പാർട്ടി നേതാക്കൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വലിയ രീതിയിലുള്ള അന്തർധാര CPM-ഉം BJP-യും തമ്മിൽ അടിത്തട്ടിൽ ഇപ്പോൾ വലിയ രീതിയിൽ അങ്ങനത്തെ ഒരു അന്തർധാര സജീവമാണ്. അത് പരസ്യമായിട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ ബംഗാളിലെ BJP തന്നെ പല BJP-യുടെ CPM-ൻ്റെ ആൾക്കാർ തന്നെ പറയുന്നത് BJP സഖ്യത്തിൽ ചേരണം എന്നാണ്. അതായത് ഈ കഴിഞ്ഞ 15 വർഷമായിട്ട് CPM-ൻ്റെ പല ഓഫീസുകളും ആൾക്കാർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. പല ഏകദേശം 300-ഓളം ഓഫീസുകൾ ഈ തൃണമൂലിൻ്റെ ആൾക്കാർ പിടിച്ചെടുത്തിരിക്കുകയാണ്. അത് ഈ BJP ഭരണത്തിൽ വന്നതിന് ശേഷം ഈ CPM-നെ അത് വീണ്ടെടുക്കാൻ പറ്റി. അപ്പോൾ കേരളത്തിലേക്ക് വലിയ രീതിയിൽ ചർച്ചയായി. അപ്പോൾ പ്രതീഷ് വിശ്വനാഥിനെ പോലത്തെ ആൾക്കാരൊക്കെ അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ആ വീഡിയോ ഒക്കെ പങ്കുവച്ചിട്ട് ഭാവിയിൽ കേരളത്തിൽ ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്, CPM-ൻ്റെ ഓഫീസൊക്കെ ജിഹാദികൾ കയ്യേറും, അപ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാത്രമേ BJP-കാർ മാത്രമേ ഇവിടെ ഉണ്ടാവൂ എന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഇപ്പോൾ ഓടുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് പിണറായി വിജയൻ്റെ അമിത്ഷായെ കാണാൻ വേണ്ടി അപ്പോയിൻമെൻ്റ് എടുത്തതിലെ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. അതായത് CPM എന്തിനാണ് ഇത്തരത്തിലൊരു കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നത്, പിണറായി വിജയൻ മുന്നിട്ടിറങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എല്ലാ ആൾക്കാരും പറയുന്നത് ഈ കാര്യം തന്നെയാണ്. ഈ ബംഗാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ തന്നെയാണ് ഈ പിണറായി വിജയൻ്റെ അമിത്ഷായുടെ മീറ്റിംഗ് അപ്പോയിൻമെൻ്റ് എടുത്ത കാര്യത്തിലേക്ക് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തില്ലാത്തത് കാരണം അധികം പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കാം, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മോദി നാളെ CPM നാളെ NDAയുടെ ഭാഗമായാൽ പോലും അത്ഭുതപ്പെടാനില്ല. നാളെ ഒരു കാര്യം ചെയ്യാം, മോദി പറയണം, അമിത്ഷാ പറയണം, നേരെ MDAയിലോട്ട് പോവാം. അങ്ങനെ വരികയാണെങ്കിൽ പിണറായി വിജയൻ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ നല്ലൊരു പോസ്റ്റിൽ കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ നല്ലൊരു പോസ്റ്റിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും BJP-ക്ക്. പിണറായി വിജയൻ രാജാതിരാജനായിട്ട് വിലസം ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പോൾ എന്താ പറയേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ സംഭവിക്കാൻ പോകുന്നത്. എന്ത് തന്നെയായാലും പിണറായി വിജയൻ അമിത്ഷായ്ക്കാണ് അപ്പോയിൻമെൻറ്റ് എടുത്തത്, രാജീവ് ചന്ദ്രശേഖർ മുഖേന അപ്പോയിൻമെൻറ്റ് എടുത്തത് വലിയ രീതിയിലൊരു ചർച്ചയ്ക്ക് ഭാവിയിൽ വഴിവെക്കും. അത് എത്രത്തോളം ഇവിടുത്തെ മീഡിയകൾ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നേരെ മറിച്ച് കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഈ CPM-ന് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന വാർത്തകളൊന്നും അവരധികം ഇതാക്കില്ല. നേരെ മറിച്ച് ഇത് പരസ്യമാക്കാനാണ് പിണറായി വിജയൻ ഉദ്ദേശമെങ്കിൽ അതിനുള്ള ക്യാപ്സ്യൂളും തയ്യാറാക്കിയിട്ടായിരിക്കും പിണറായി വിജയൻ ഡൽഹിക്ക് പോകുന്നത്. നന്ദി, നമസ്കാരം. വീഡിയോ കാണാം.